ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു സിനിമയെ കുറിച്ചുള്ള റിവ്യൂ ആണ്, പുസ്തക റിവ്യൂ അല്ല. റിവ്യൂ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണു എന്നത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് എൻ്റെ ഇപ്പം ഇതിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടിരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ എൻ്റെ കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്കൂളിലെ കുട്ടികളൊക്കെ പറഞ്ഞു. ഇന്ന് സ്കൂൾ കഴിഞ്ഞ് ഓഗസ്റ്റ് 15 പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ ടീച്ചേഴ്സും പറഞ്ഞു ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറയുമ്പോൾ നമുക്കുള്ള ഒരു സന്തോഷം. അപ്പോൾ മറ്റൊരു സിനിമയല്ല, കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്തിട്ടുള്ള അനിരുദ്ധിന്റെ മ്യൂസിക്കിലുള്ള നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ സിനിമയാണ് കൂലി. അങ്ങനെ കൂലി 14-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ തന്നെ പോയി കാണണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർമ്മയില്ലാണ്ട് ഫസ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തതായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ആലോചിച്ചത് അന്ന് സ്കൂളുണ്ട്, അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് പിന്നെ പോയി കാണാം അല്ലെങ്കിൽ രാത്രി പിന്നെ പോയി കാണാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്തു. ടിക്കറ്റിന്റെ പൈസ കുറച്ച് പോകുന്ന അറിയാലോ, അത് ക്യാൻസൽ ചെയ്തു. ഓഗസ്റ്റ് 15 സ്കൂളിലെ പരിപാടി കഴിഞ്ഞിട്ട് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്കൂളിലെ പരിപാടി കഴിഞ്ഞ് നേരെ ലാഡറിലേക്ക് തന്നെയാണ് പോയത്. ഇവിടെ അടുത്തുള്ള നല്ലൊരു തിയേറ്റർ എന്ന് പറയുന്നത് ലാഡറാണ്. അങ്ങനെ ലാഡറിലേക്ക് പോയി. അങ്ങനെ പലരും ഞാൻ ഈ സിനിമ കാണുന്നതിന് മുമ്പ് റിവ്യൂസ് ഒന്നും കാണരുതെന്ന് ചിന്തിച്ച ഒരാളായിരുന്നു. പക്ഷേ നമ്മുടെ കൈ വെറുതെ ഇങ്ങനെ ഇരിക്കാത്ത കാരണം കൊണ്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ റിവ്യൂസ് കണ്ടപ്പം പലരും ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നുണ്ട്, പലരും ഇതിനെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂ പറയുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അവർക്ക് എങ്ങനെ ഒരു സിനിമയെ കാണണം എന്നുള്ളത് അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. എനിക്ക് മനസ്സിലായിടത്തോളം ഇപ്പോ ലോകേഷിന്റെ വിക്രം പോലെ വന്നില്ല, കൈദി പോലെ വന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എടുത്തിരിക്കുന്ന ഒരേ ഡയറക്ടർ ആണെങ്കിലും കഥ വ്യത്യാസമല്ലേ. അപ്പൊ നമ്മൾ അത് ചിന്തിക്കുക. അഭിനയിച്ചിരിക്കുന്ന ആളുകളും വ്യത്യസ്തരാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള മാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും ഈ പടം ഇറക്കിയിരിക്കുന്നത്. ഇപ്പോ പലരും പറഞ്ഞൊരു കാര്യം, ഇതിന് വിക്രത്തിന്റെ ഒക്കെ പോലെ മാസ് കിട്ടിയില്ല, ഭയങ്കര പഞ്ചിങ് ഒന്നും വന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ടപ്പോ എനിക്ക് തുടക്കത്തിൽ കുറച്ച് അതിലേക്ക് എത്താൻ ഇത്തിരി ഒരു ഇതുണ്ടായിരുന്നു. കാരണം എന്തോ മ്യൂസിക്കിൽ എന്തോ എനിക്ക് അങ്ങനെ ഒരു തോന്നിയെങ്കിലും പക്ഷെ അതിനുശേഷം വന്നിട്ടുള്ള പല രംഗങ്ങളും അതില് ആ രജനീകാന്തിന്റെ സ്റ്റൈൽ കൃത്യമായിട്ട് തന്നെ, സൂപ്പർ സ്റ്റാറിന്റെ സ്റ്റൈൽ കൃത്യമായിട്ട് തന്നെ അത് ലോകേഷ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ നമുക്കൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ചിലർ പറഞ്ഞു ഇതിൽ അമീർ ഖാൻ എന്തിനാണ് കൊണ്ടുവന്നത്, വെറുതെ കൊണ്ടുവന്ന പോലെയായി. എന്തായാലും ലോകേഷ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, അദ്ദേഹം പല ഭാഷകളിൽ നിന്നുള്ള സൂപ്പർ സ്റ്റാറിനെ ഇറക്കുമ്പോൾ എന്തായാലും വെറുതെ ഇറക്കില്ലല്ലോ. കാരണം ഈ പടത്തിന്റെ ഞാൻ ഇതൊന്നും പറയുന്നില്ല, കഥയൊന്നും പറയുന്നില്ല. കാരണം ഇത് കാണാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. പടം ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോ ഞാൻ കഥയൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ കാണുക, ഇതില് വെറുതെ ഒന്നല്ല അമീർ ഖാനെ കൊണ്ടുവന്നിരിക്കുന്നത്. വേണമെങ്കിൽ ലോകേഷിന്റെ സിനിമകളിലുള്ള പോലെ തന്നെ ഒരു രണ്ടാം ഭാഗത്തിന് സാധ്യതയുള്ള വിധത്തിലാണ് ഈ സിനിമയും അവസാനിപ്പിച്ചിരിക്കുന്നത്. പല രംഗങ്ങളിലും നമുക്ക് പലരും പറയാം ഇത് ചിലപ്പോ ക്ലീഷയല്ലേ, ഇത് മുന്നേ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ എന്നൊക്കെ തോന്നുമെങ്കിലും നമ്മളിത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടമാണ്. തിയേറ്ററിൽ കാണുമ്പോൾ അനിരുദ്ധിന്റെ മ്യൂസിക്കും കൂടി വരുമ്പോൾ ആ രംഗങ്ങളിലൊക്കെ തന്നെ നമ്മൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഓളിട്ട് പോവുകയും കൈയടിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് നമ്മൾ വലിയ വലിയ പ്രതീക്ഷ വെച്ച് അങ്ങനെ പോകണ്ട. ഇതൊരു സിനിമ കാണാൻ വേണ്ടി മാത്രം പോവുക. രജനീകാന്ത് എന്ന് പറയുന്ന നടന്റെ സിനിമ നമ്മൾ കാണുമ്പോൾ, ഒരു ഭാഷ കാണുമ്പോൾ നമ്മൾ എങ്ങനെ കൈയടിച്ചു, അപ്പോ അതുപോലെയൊക്കെ തന്നെ നമ്മൾ ഇതിനെ കൈയടിക്കാൻ നമുക്ക് പറ്റും. ഇതില് ഗൂസ് ബംപ്സ് വരുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഓരോ സിനിമയും വ്യത്യസ്ത രീതിയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും. സ്ക്രിപ്റ്റിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, സ്ക്രിപ്റ്റിലൊക്കെ എവിടേക്കോ ഒരു പാളിച്ചകൾ ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത് ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ മലയാള നടന്മാരും ഇപ്പോൾ പല ഇൻഡസ്ട്രികളിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോ അങ്ങനെ ഓരോരുത്തരും വളരെ മനോഹരമായിട്ട് തന്നെ ഇതിൽ റോളാണെങ്കിലും, ഇപ്പൊ ശ്രുതിഹാസൻ ആണെങ്കിലും ആ അഭിനയം നല്ല രീതിയിൽ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. നമുക്ക് ഇമോഷൻസ് ഒക്കെ കൃത്യമായിട്ട് കിട്ടും. ഇതില് അത് ശരിക്കും സസ്പെൻസ് ആണ്. പക്ഷെ ആ രംഗം നിങ്ങൾ കണ്ടിരിക്കണം. അതാ ഒരു 30 കൊല്ലം മുൻപുള്ള ഒരു കാര്യം ഇതിലുണ്ട്. പക്ഷെ അതൊന്ന് കാണുക. അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊന്ന് കാണുക. എന്തായാലും ഇനി ലോകേഷിന്റെ അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളൊരു പടം ഇപ്പോൾ കാണാൻ പോകുന്നത് ചിലപ്പോൾ നടന്റെ പേരിലാവണമെന്നില്ല. ചിലപ്പോൾ ഇപ്പോൾ കാണുന്നത് നമ്മൾ ലോകേഷ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ ആ പേര്, ബ്രാൻഡ് നെയിമാണ്. ഇതിലുള്ള 3 ബ്രാൻഡ് നെയിമുകളായിരുന്നു.
ലോകേഷ് കനകരാജ്, അനിരുദ്ധ്, അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. ഈ 3 ബ്രാൻഡുകളിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പടം ധൈര്യമായിട്ട് പോയി നമുക്ക് കാണാം. എന്തായാലും ഇദ്ദേഹത്തിന്റെ അടുത്ത സിനിമയ്ക്കായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. കൈദി 2 ആണെങ്കിൽ അതിനാണ് ഇപ്പൊ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ട്. ഇത് ഒരു കാര്യം കൂടി ഞാൻ പറയാണ്, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇതില് എന്താണ്, നിങ്ങൾക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും. ആ അഭിപ്രായം താഴെ രേഖപ്പെടുത്താം. ഇപ്പോ ഇതൊരു റീച്ച് കിട്ടാൻ വേണ്ടിയോ ഒന്നുമല്ല നമ്മളിത് ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഒരു സിനിമയെ കുറിച്ച്, കാരണം എൻ്റെ വീഡിയോസിൽ ഞാൻ കൂടുതലായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പുസ്തകങ്ങളെ കുറിച്ച് മാത്രമല്ല, സിനിമ, അതുപോലെ തന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം ഞാൻ പതുക്കെ പതുക്കെ ചെയ്തു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ മാത്രം അഭിപ്രായമായിട്ട് നിങ്ങൾ കാണുക. മറ്റുള്ളവരുടെ അഭിപ്രായം, ഇവിടെ കണ്ടവരുടെ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്താം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.